ഒന്ന് ചട്ടിച്ചോറ് കഴിക്കാൻ പോയിട്ട് വരാം. അപ്പം ഞാനും അമ്മയും ആൻറ്റിയും കൂടിയിട്ടാണ് പോണത്. അപ്പം അച്ഛനോട് പറഞ്ഞ് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ അച്ഛൻ പറഞ്ഞത് ഇത് കഴിക്കാൻ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് അങ്ങോട്ട് പോണത്, ഒരു ചട്ടി എടുത്തിട്ട് അതിൽ കുറച്ച് ചോറ് ഇട്ടിട്ട് ചുറ്റും ഉപ്പേരിയൊക്കെ ചട്ടിച്ചോറായല്ലോ എന്നാണ് പറഞ്ഞത്. എന്തായാലും എല്ലാ വീട്ടിലും ഉണ്ടാവില്ല ഇതുപോലെ ക്യാരക്ടറുള്ള ഒരാൾ. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനാണ്. അപ്പോൾ അച്ഛനെയൊക്കെ സമ്മതിപ്പിച്ച് ഇവിടുന്ന് നേരെ പോയത് പാലക്കാടുള്ള ഇടം കിച്ചണിലോട്ടായിരുന്നു. അവിടെ പോയി വേഗം കൈയൊക്കെ കഴുകിയിട്ട് ഓർഡർ കൊടുത്തിട്ടുള്ള കാത്തിരിപ്പാണിത്. കാത്തിരിപ്പിന് തിരക്കും കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ അപ്പുറത്തിരിക്കുന്ന ആൾക്കാർ ഇട്ടിട്ട് വന്ന ഡ്രസ്സും അവർ ഓർഡർ ചെയ്ത് കഴിക്കുന്ന ഫുഡും എല്ലാം നോക്കിയിട്ടിരുന്നു. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ എൻ്റെ സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ചട്ടിച്ചോറും അമ്മയും ആൻറ്റിയും ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബേസിക്കലി ആയി ബിരിയാണി ഫാൻ, പക്ഷേ എന്തോ ഒരു ക്യൂരിയോസിറ്റിക്കായിരുന്നു ഞാൻ ചട്ടിച്ചോറ് തന്നെ വേണം പറഞ്ഞത്. കുറുക്കനെ കണ്ടപ്പോഴും കോഴിക്കൂട്ടിലാന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ ചോറ് കഴിക്കണമെന്നുണ്ടായിരുന്നുള്ളൂ. എൻ്റെ കണ്ണ് ഫുള്ള് ആ ബിരിയാണിയിലോട്ടായിരുന്നു. പിന്നെ ഞാൻ അധികം ഒന്നും ആലോചിച്ചില്ല. വീട്ടിൽ പോയാലും ചോറ് തന്നെയല്ലേ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ചോറ് ഞാൻ അവർക്ക് കൊടുത്തിട്ട് ബിരിയാണി ഇങ്ങോട്ട് വാങ്ങിച്ചു. ഇപ്പോഴാണ് ഒന്ന് സമാധാനമായത്. പുറത്ത് വന്നൊന്ന് ഫുഡ് കഴിച്ചു തോന്നുന്നുണ്ടെങ്കിൽ ബിരിയാണി തന്നെ എനിക്ക് കഴിക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട്